ഇന്നൽ മയ്യിത യസ്തബ്ശിറു ബിഹി വലദുഹു. ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ വാപ്പ ആദ്യമാണ് മരിച്ചു, രണ്ടാമത് അവന്റെ മക്കൾ മരിച്ചു എങ്കിൽ ആ ഖബറിനകത്ത് ആ വാപ്പ മക്കളെ കണ്ട് സന്തോഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വാപ്പ ആദ്യം ദുബായിക്ക് പോയി, 6 മാസം കഴിഞ്ഞ് മക്കള് ദുബായിക്ക് വന്നു. അപ്പൊ എന്ത് സന്തോഷമായിരിക്കും വാപ്പാക്കും മക്കൾക്കും. ഓ മോനെ സുഖാന്നടാ, അവിടെ എന്തുണ്ട് വിശേഷടാ, മക്കത്തുൽ മുക്കറമൊക്കെ എവിടം വരെ ആയടാ, അതിപ്പോ മദീന മുനവ്വറ ആവുന്ന ലക്ഷണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വാപ്പ. പവർ കൂടുതൽ കുറഞ്ഞോണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ സന്തോഷങ്ങൾ പങ്കിടാൻ വേണ്ടിയിട്ട് പോയി പറയുന്നത് പോലെ വാപ്പ മരിച്ചു ഖബറിനകത്താണ്. ആ വാപ്പായുടെ മരണശേഷം 1 വർഷമോ 2 വർഷമോ 5 വർഷത്തിനോ ശേഷം മക്കൾ മരിച്ചുപോയാൽ സ്വാലിഹീങ്ങളായ വാപ്പയും മക്കളുമാണെങ്കിൽ അവരുടെ വാപ്പായെ അവരുടെ മക്കളെ ഖബറിനകത്ത് വെച്ച് കാണാനും സംസാരിക്കാനുമുള്ള അവസരമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ വിശ്വസിക്കാത്ത വിശ്വാസികൾക്ക് ഖബറിൽ സംസാരിക്കാനുള്ള അവകാശമില്ല. സഹാബത്ത് ചോദിച്ചു, ഹൽ യതകല്ലമുൽ മൗത? നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, നബിയെ മരിച്ചവർ സംസാരിക്കുമോ നബിയെ ഖബറിനകത്ത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം വഹും യതസാവറൂൻ. സാലിഹീങ്ങളാണെങ്കിൽ അവർ ഖബറിനകത്ത് അവരുടെ ആത്മാക്കൾ തമ്മിൽ സന്തോഷത്തോടുകൂടി അവർ നാട്ടുകാര്യങ്ങൾ പറയും എന്ന് നബിയുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നൽ അബ്ദ ഇദാ മാതാ ദഹബ ബിഹി ഇലാ അർവാഹിൽ മുഅ്മിനീൻ. ഒരു സത്യവിശ്വാസി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ആത്മാവുമായി മാലാഖമാർ വാനലോകത്തേക്ക് പോകുമത്രേ. അതായത് ഇല്ലിയോൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമത്രേ. ദുനിയാവിൽ ഒരാൾ മരിക്കുമ്പോ 2 രീതിയിലാണ്. സ്വാലിഹീങ്ങളായ മനുഷ്യൻ മരിക്കുകയാണെങ്കിൽ അവന്റെ ആത്മാവിനെ കൊണ്ടുപോയി രേഖപ്പെടുത്തുന്നത് 7ാം ആകാശത്തിന്റെ മുകളിൽ ഇല്ലിയൂൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഒരു വലിയ ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ പറയുന്നു, ഹത്താ യന്തഹി ബിഹാ ഇലാ സമാഇ സാബിആ. 7ാം ആകാശത്തിലാണ് ഇല്ലിയോൻ. ഫയുഖാലു പറയപ്പെടുകയാണ്, ഉക്തുബു കിതാബഹു ഫീ ഇല്ലീൻ. ദുനിയാവിൽ വെച്ച് മരണപ്പെട്ടു പോയ മനുഷ്യൻ സാലിഹായ മനുഷ്യനാണെങ്കിൽ അവന്റെ ആത്മാവിനെ ഇല്ലിയൂനിൽ രേഖപ്പെടുത്തേണമേ എന്ന് അല്ലാഹു പറയുമ്പോ, വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുൽ മുഖറബൂൻ. സാലിഹീങ്ങളായ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ സാക്ഷ്യം വഹിക്കുന്ന ഒരുമിച്ച് കൂടുന്ന സങ്കേതമാണ് ഇല്ലിയൂൻ. ആ ഇല്ലിയൂനിൽ അവന്റെ ആത്മാവിനെ രേഖപ്പെടുത്തണമേ എന്ന് അല്ലാഹു പറയുകയാ. അങ്ങനെ ഫയുക്തബു കിതാബഹു ഫീ ഇല്ലീൻ. ഇല്ലിയൂനിൽ അവന്റെ ഗ്രന്ഥം രേഖപ്പെടുത്തുകയാണ്, അവന്റെ ആത്മാവിനെ കൊണ്ട് ഒളിപ്പിച്ചു വെക്കുകയാ. ഒരാൾ മരിച്ചു കഴിഞ്ഞാല് ആ മരിച്ച സമയത്ത് ആ റൂഹിനെ പിടിച്ച് സ്വാലിഹാണെങ്കിൽ ഹത്താ യന്തഹി ബിഹാ ഇലാ സമാഇ സാബിഅ 7ാം ആകാശത്തിലുള്ള ഇല്ലിയൂനിൽ കൊണ്ടുപോയി ശേഖരിച്ചു വെക്കും. കാഫിറാണെങ്കിലോ അവന്റെ ആത്മാവിനെ കൊണ്ട് 7ാമത്തെ ഭൂമിയുടെ അടിയിലുള്ള സിജീനിൽ രേഖപ്പെടുത്തും. അതുവരെക്കും ആളിങ്ങനെ മയ്യത്തായിട്ട് ഇങ്ങനെ കിടക്കും, അനക്കൊന്നുമില്ല, ഇങ്ങനെ മിണ്ടാതെ കിടക്കും. പക്ഷെ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോ അവനെ ആരെല്ലാം കാണാൻ വരുന്നു, ആരാണ് കുളിപ്പിക്കുന്നത്, എന്തൊക്കെ സംസാരിക്കുന്നു എന്ന കാര്യം മുഴുവനും ആ മയ്യത്തിന് അറിയാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ ഒന്നും പ്രതികരിക്കാൻ കഴിയുന്നില്ല, എല്ലാം അറിയാം, പ്രതികരിക്കാൻ കഴിയുന്നില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ഉലിയൽ ജനായിസു ഫഹതമലഹർ റിജാലു അലാ അനാഖിഹിം ഫഇൻ കാനത് സാലിഹാ
قالت يا ويلهم قدموني ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഭൂമിയിൽ ഒരാൾ മരിച്ചു വീണാൽ ഇദാ ഉലിഅത്തിൽ ജനായിസു ഫഹതമലഹ الرجال على അനാഖിഹിം, ജനങ്ങളെല്ലാം ആ മയ്യത്തെടുത്തുകൊണ്ട് അവരുടെ തോളിൽ വെച്ചുകൊണ്ട് അവർ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ഫൈൻ കാനത സാലിഹാ, ആ മയ്യത്ത് സാലിഹായ മയ്യത്താണെങ്കിൽ, കലിമ ചൊല്ലി മരിച്ച മയ്യത്താണെങ്കിൽ, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ മാനിച്ച് ജീവിച്ച് മരിച്ച മയ്യത്താണെങ്കിൽ, ഖാലത്തിൽ യഹ്ലിഹാ, ആ മയ്യത്തും വഹിച്ചുകൊണ്ട് പോകുന്ന മനുഷ്യരോട് ആ മയ്യത്ത് കട്ടിലിൽ കിടന്ന് വിളിച്ചു പറയുമത്രേ, ഖദ്ദിമോനി ഖദ്ദിമോനി, എന്നെ ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണമേ, ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകണമേ, വേഗത്തിൽ കൊണ്ടുപോകണമേ എന്ന് ആ മയ്യത്ത് വിളിച്ചു പറയുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൈൻ കാനത് ഗൈറ സാലിഹാ, സാലിഹല്ലാത്ത മയ്യത്താണ് മരിച്ചു വീണതെങ്കിലോ, സാലിഹല്ലാത്ത മനുഷ്യനാണ് മരിച്ചു വീണതെങ്കിലോ, നമസ്കാരമില്ലാത്ത മനുഷ്യനാണ്, പലിശ വാങ്ങിയവനാണ്, കള്ളുകുടിയനാണ്, സിനിമാ സീരിയലുമായി ബന്ധപ്പെട്ട് കിടന്ന് മരിച്ചു പോയവനാണ്, അവന്റെ മയ്യത്തെടുത്തുകൊണ്ട് ജനങ്ങൾ പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ഖാലത്തിൽ യഹ്ലിഹാ, ആ ഖബറിനകത്തേക്ക് പോകുന്ന മനുഷ്യനതാ ആ സന്തൂക്കില് കിടന്നിട്ട് വിളിച്ചു പറയുകയാണ്, യാ വൈലഹും യാ വൈലഹും, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം, ഐന തദ്ഹബൂന ബിഹാ, എവിടേക്കാണ് എന്നെയും വഹിച്ചു കൊണ്ടുപോകുന്നത്, അഖിറൂനി അഖിറൂനി, കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ, എന്നെ എന്റെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോ, മടക്കി കൊണ്ടുപോ, എന്നെ കൊണ്ടുപോകല്ലേ, നല്ലവനാണെങ്കിലോ. അതുകൊണ്ട് നബീന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ നല്ലപോലെ ശ്രദ്ധിച്ചോ, നല്ലപോലെ ശ്രദ്ധിച്ചോ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സിനിമയിലെ മരണമല്ലേ കണ്ടിട്ടുള്ളൂ. സഞ്ജയ് ദത്ത് ഒറിജിനൽ ജയിലിൽ കയറിയപ്പോ സിനിമയിൽ എത്ര ജയിലിൽ കിടന്ന് കരഞ്ഞിട്ടുണ്ടോ? ജയിൽ വാർഡനെ പോലും പിടിച്ചു എന്നെല്ലാം പറയും. ആ സിനിമയിൽ അത് നടക്കും. ജയിലിൽ വാർഡനെ പൊക്കിയെടുത്ത് അടിക്കാനാണ് എന്നെ കഴിക്കാണ്. ഇപ്പൊ ഒറിജിനൽ സാധനത്തിൽ പോയപ്പോ പൊട്ടിക്കരയാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ സിനിമയിൽ ഒരുപാട് മയ്യത്തിന് സാക്ഷ്യം വഹിച്ച ഒരമ്മൾ, സിനിമയിൽ ഒരുപാട് മയ്യത്തിന് സാക്ഷ്യം വഹിക്കും, പൊട്ടിക്കരയും, മൂക്കി പഞ്ഞി വെക്കും, പക്ഷെ ഇടയ്ക്കുള്ള ശ്വാസം പോകും, ഒറിജിനലായിട്ട് വെക്കൂല. അപ്പൊ അതൊക്കെ സംഭവം റെഡിയാണ്. ഒറിജിനലായിട്ട് വെക്കുന്ന ഒരു സാഹചര്യം വരും മക്കളെ, അത് ശ്രദ്ധിക്കാനായി പറയുന്നത്. ഹദീസ് ഓതി പറയാം, കേട്ടോ, വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ ഹളറത്തിൽ ഇൻസാനൽ വഫാത്തു, ഒരു മനുഷ്യന് വഫാത്ത് ഹാളിറായാൽ, മനുഷ്യൻ മരിക്കാറായി കിടക്കുമ്പോ അങ്ങനെ മരിക്കാൻ പോവാ, മലക്കളൊക്കെ വന്നിരിക്കുകയാണ്. ഇദാ ഹളറത്തിൽ ഇൻസാനൽ വഫാത്തു, ഒരു മനുഷ്യന് വഫാത്ത് ഹാളിറായാൽ, സമയത്തിയാൽ, യുജ്മഉ ലഹു കുല്ലു ശൈഇൻ യംനഉഹു അനിൽ ഹഖ്, ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ വഴിപ്പെടാതെ കഴിഞ്ഞുകൂടിയ നിന്റെ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഖുർആനോദൽ, സദഖ, ദീനിന്റെ ഓരോ വഴികൾ, ഇതെല്ലാം അള്ളാഹു നിനക്ക് തുറന്നു വന്നിട്ട് അതെല്ലാം ദുനിയാവിന് ഭൗതികതയ്ക്ക് വേണ്ടി നീ മാറ്റിവെച്ചവനല്ലേ? إذا حضرت الإنسان الوفاة إذا حضرت الإنسان الوفاة يجمع له كل شيء يمنعه عن الحق.
മരിക്കാൻ കിടക്കുന്ന സമയത്ത് അല്ലാഹുവിനെ ധിക്കരിച്ച് മരിച്ചു പോകുന്നവനാ. അവൻ മരിക്കാൻ കിടക്കുമ്പോ അവൻ ഏതെല്ലാം അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ തള്ളിപ്പറഞ്ഞുവോ, ഏതെല്ലാം നമസ്കാരങ്ങൾ ഒഴിവാക്കിയോ, ഏതെല്ലാം സദഖാത്തുകളും നന്മയായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കിയിട്ട് ദുനിയാവിന്റെ പിന്നാലെ ആരൊരാൾ ജീവിച്ചു മരിക്കുന്നുവോ, യംനഹു അനിൽ ഹഖി, ഹഖിൽ നിന്ന് തടഞ്ഞ സകലമാന വിഷയങ്ങളും ബൈനൈനൈ, അവന്റെ രണ്ട് കണ്ണിന്റെ മധ്യത്തിൽ കൊണ്ടുവച്ചു കൊടുക്കും അല്ലാഹു തആല.